സ്റ്റൗവിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോഴേക്കും ഒരു അരമുറി തേങ്ങയും ഒരു 5-6 അണ്ടിപ്പരിപ്പും 1/4 ടീസ്പൂൺ വലിയ ജീരകവും ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കണം. പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒരു സവാള അരിഞ്ഞതും ചേർത്ത് നല്ലപോലെ വഴച്ചെടുക്കുക. അതിനുശേഷം 2 പച്ചമുളക്, 1 സ്പൂൺ കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നല്ലപോലെ വഴച്ചെടുക്കണം. വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്തിട്ട് നല്ലപോലെ വഴറ്റുക. പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അതിനുശേഷം അതിലേക്ക് വേവിച്ച് വെച്ച ഗ്രീൻ പീസ് കടല ചേർത്ത് കൊടുക്കുക. പാകത്തിന് ഉപ്പ് ചേർത്ത് നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പം അതിലേക്ക് അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കണം. തേങ്ങ ചേർത്ത് നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുക. അടിപൊളി കടലക്കറി റെഡി ആയിട്ടുണ്ട്.